നമസ്കാരം. അങ്ങനെ ഒടുവിൽ കേരളത്തിലും ഇ ഡി ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL-ലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച നിയമോപദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇ ഡി അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ പോർമുഖം തുറക്കുന്നതിനു കൂടിയാണ് കാരണമായിരിക്കുന്നത്. മാസപ്പടിയിലെ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി പരിശോധിക്കുന്നത്. പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്നു എന്ന ആരോപണത്തിനിടെയാണ് പുതിയ നീക്കം. പിണറായി വിജയന്റെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ ECIR ആണ് രജിസ്റ്റർ ചെയ്തത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി കൊച്ചി ഓഫീസിന്റെ നടപടി. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിൽ ഉള്ളത്. CMRL-ലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്കുകൂട്ടുന്നത്. CMRL-ന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും. തുടർന്നാകും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റിന് കടക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇ ഡി കേസെടുക്കാൻ നിർബന്ധിതമായത് CPM BJP അന്തർധാരയുണ്ടെന്ന UDF ആരോപണത്തെ പ്രതിരോധിക്കാനാണോ എന്നറിയില്ല. എന്തായാലും മാസപ്പടി കേസിൽ ഇ ഡി എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുമെന്ന് കാത്തിരുന്ന് കാണാം.